ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദ് രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എത്രയും വേഗം ഉദയഭാനുവിനെ തെളിവോടുകൂടി പിടിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ധർമ്മൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. എന്നിട്ട് ധർമ്മനെ എത്രയും വേഗം തിരിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് കേട്ടോ ആനന്ദിൻ്റെ മനസ്സിലിരിപ്പ്. പക്ഷെ വീട്ടിൽ ആരോടും ഇക്കാര്യം ആനന്ദ് പറയുന്നില്ല. അപ്പൊ ദേവിയോട് പോലും അച്ഛനാണ് മോഷ്ടിച്ചതെന്ന കാര്യം ആനന്ദ് പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പൊ ദേവിയോട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ വൈകുന്നേരം സംസാരിക്കുന്നുണ്ട്. അല്ല, നിന്റെ കടയിലേക്കുള്ള പോക്ക് നിർത്തിക്കോണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണല്ലേ എന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ബാലച്ചനെ സഹായിക്കാനായിട്ട് ഗോമതി സ്റ്റോറിലേക്ക് ഉറപ്പായിട്ടും പോകും. അതിനുവേണ്ടി ഇനി എൻ്റെ അച്ഛനെ പറഞ്ഞു വിടുകയും വേണ്ട. അച്ഛനെന്നല്ല ആര് പറഞ്ഞാലും ഞാനതിലൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല. ഇനി ബാലച്ചനായിട്ട് എന്നോട് വരണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഗോമതി സ്റ്റോറിലേക്കുള്ള പോക്ക് നിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയാം. ഓ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമൊക്കെ ആയോ എന്ന് അപ്പം ആനന്ദ് ചോദിക്കും കേട്ടോ. ഇത് അഹങ്കാരമല്ല ആനന്ദേട്ടാ, ഇതെൻ്റെ അവസ്ഥയാ എന്ന് പറയാണ്. ഇപ്പം ബാലച്ചനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കേണ്ട സമയമല്ല. ബാലച്ചന് ഒരാളുടെ സപ്പോർട്ട് വേണ്ട സാഹചര്യം തന്നെയാണ്. എൻ്റെ അച്ഛന് സപ്പോർട്ട് വേണമെങ്കിലേ അത് കൊടുക്കാം. മക്കളായ ഞങ്ങളുണ്ട്. അല്ലാതെ പെരുങ്കളിയായ നിന്റെ സപ്പോർട്ടൊന്നും എൻ്റെ അച്ഛന് വേണ്ട. നിന്നെക്കുറിച്ചുള്ള സകല സത്യങ്ങളും എൻ്റെ അച്ഛൻ അറിയുന്നത് വരെ ഉള്ളടി. അച്ഛന് നിന്നോട് ഈ കാണിക്കുന്ന സ്നേഹവും വാത്സല്യമൊക്കെ അതിനുശേഷം അച്ഛൻ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കിക്കൊള്ളും എന്ന് പറയാം. എൻ്റെ ജീവിതം നശിച്ചതോർത്ത് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വേദനിക്കും. അതുകൊണ്ട് മാത്രം ഓരോ നിമിഷവും നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ 7 പണ്ടേ നിന്നെപ്പോലൊരു പെരുങ്കളിയെ ഞാൻ എടുത്ത് പുറത്ത് കളഞ്ഞേനെ എന്ന് പറയാം. അത് കേൾക്കുന്ന നമ്മുടെ ദേവിക്ക് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. തന്നെക്കുറിച്ചുള്ള സകല സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം തനിക്ക് ദേവമംഗലത്ത് കിട്ടുന്ന സ്ഥാനമോ പരിഗണനയോ സ്നേഹമോ ഒന്നും പിന്നീട് ലഭിക്കില്ലല്ലോ എന്നൊരു തോന്നല് ദേവിയുടെ മനസ്സിലേക്ക് വരികയാണ്. നിന്റെ അച്ഛൻ ഫ്രോഡ് ഉണ്ടല്ലോ, അയാളെ ഞാൻ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. മകളെ നിലയ്ക്ക് നിർത്താൻ അച്ഛന് കഴിയില്ലെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് അച്ഛനോട് പറയുന്നുണ്ട്. അല്ല, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും വളരെ നല്ല സമയത്ത് തന്നെയാണ്. ആനന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, അപ്പം നീയൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക. എന്തറിഞ്ഞില്ലായിരുന്നു എന്ന്? നിന്റെ അനിയത്തി ഇല്ലേ, അവക്കിപ്പം കല്യാണാലോചനകൾ നടക്കുന്ന സമയമാണത്രേ. ഞാൻ നിന്റെ അമ്മേനെ കണ്ടിരുന്നു എന്ന് പറയാം. അമ്മയെ ആനന്ദേട്ടൻ കണ്ടിരുന്നോ? ആ, നിന്റെ അമ്മ എന്നോട് പറഞ്ഞത് നിന്റെ അനിയത്തി ആരുമായിട്ട് പ്രണയത്തിലായിരുന്നെന്ന്. ഏതോ കാശുള്ള ചെറുക്കനെ നിന്നെപ്പോലെ തന്നെ അവളും വളച്ച് കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വീട്ടുകാരെ പറ്റിച്ച് വലിയ കാശുകാരാണെന്നും പറഞ്ഞ് ഇപ്പം അവരുടെ പെടലിൽ പോയി നിന്റെ അനിയത്തിയും കയറാൻ പോകുന്നു. അത്ര തന്നെ. എന്നെപ്പോലെ ഏതോ ഒരു ഹതഭാഗ്യൻ അവളുടെ വലയിലും വന്ന് വീണു പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ആനന്ദേട്ടനെ വല വീശി പിടിച്ചതാണെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുക. നീ എന്നെ വല വീശി പിടിച്ചില്ല, പക്ഷെ എന്നെയും എൻ്റെ വീട്ടുകാരെയും നിന്റെ അച്ഛനും നിന്റെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് വല വീശി പിടിക്കുമായിരുന്നല്ലോ. ഇത് നിന്റെ അനീതിയായിട്ട് തന്നെ ഏതോ ഒരുത്തിനെ വല വീശി പിടിച്ചു. അത്ര വ്യത്യാസമുള്ളൂ എന്ന് പറയാം. എന്തായാലും ആ സമയത്ത് തന്നെ നിന്നെ കൊണ്ട് വീട്ടിലാക്കരുതെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. നിന്റെ അനീതിയുടെ ജീവിതത്തെ അത് ബാധിക്കും അത്രേ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. ദേ, അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നില്ലെങ്കിൽ ഈ നിമിഷം തന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് നിന്നാക്കാൻ എനിക്കറിയാം. നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു കടയിൽ പോകരുതെന്ന്. വീണ്ടും വീണ്ടും നീ അത് തന്നെ ആവർത്തിക്കാനാ ഭാവമെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിൽക്കും. പിന്നെ നിന്റെ അനീതിയുടെ ജീവിതം അതോടുകൂടി തീരുമെന്നൊക്കെയാണ് നിന്റെ അമ്മയുടെ കണ്ടുപിടുത്തം എന്ന് പറയാം. തൻ്റെ അമ്മ തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുമ്പം ദേവിക്ക് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. എന്നിട്ട് ആനന്ദ് ഒരു പുച്ഛത്തോടെ ദേവിയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവുക. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും താൻ കടയിൽ പോകും എന്ന് തന്നെയാണ് ദേവിയുടെ നിലപാട്. അവിടെ നടക്കുന്ന കള്ളത്തരം അത് കൈയോടെ കണ്ടുപിടിക്കണം. അതുമാത്രമല്ല, ബാലച്ചനെ ഇപ്പം താൻ കൂടി ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ ബാലച്ചൻ ഒരുപാട് തകർന്നു പോകും എന്നാണ് ദേവി ചിന്തിക്കുന്നത് കേട്ടോ. സമയം നമ്മുടെ ആനന്ദ് ഉദയഭാനുവിനെ ഫോൺ വിളിക്കാണ് കേട്ടോ. അല്ല, ഉദയഭാനു സാർ ഇപ്പൊ ഭയങ്കര തിരക്കിലാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന് ചോദിക്കുക. എന്ത് തിരക്കാ മോനെ എന്നപ്പം ആനന്ദ് ആണെന്നറിയുമ്പം ഉദയഭാനു ചോദിക്കുകയാണ്. അല്ല, മോളുടെ കല്യാണമൊക്കെ ഏകദേശം ശരിയായെന്ന് കേട്ടല്ലോ. അയ്യോ, മോൻ എങ്ങനെ ഇതറിഞ്ഞു? ആ, ഞാനേ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ആ, എന്നെപ്പോലെ ഏതോ ഒരു പാവ പിടിച്ച ചെറുക്കൻ നിങ്ങളുടെ ഇളയ മകളുടെ വലയിലും വന്ന് വീണു അല്ലേ? മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? അവർ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പിന്നെ മക്കളുടെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഇരു വീട്ടുകാരും കൂടി അത് നടത്തി കൊടുക്കാന്ന് കരുതി, അത്രമാത്രം എന്ന് പറയണ. ആ, അതെന്തോ ആവട്ടെ. നിങ്ങൾ നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തുമോ നടത്താതിരിക്കുമോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു.
ഇതിൽ ഒരു നീക്കുപോക്കും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. മോൻ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റെന്താ, നിങ്ങളുടെ മൂത്ത മോളുണ്ടല്ലോ, അവളെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ഗോമതി സ്റ്റോറിലേക്കുള്ള പോക്ക് നിർത്തിത്തരാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ? അല്ല, വാക്കുപാലിക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാരമില്ല, മകളെ ഞാൻ ഇപ്പം വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കാം എന്ന് പറയാം. അയ്യോ മോനെ ആനന്ദേ, നീ കടുങ്കയൊന്നും ചെയ്യരുത്. ഇപ്പം എൻ്റെ ഇളയ മോളുടെ കല്യാണം കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ ഒരു സമയത്ത് ചേച്ചി പിണങ്ങി വന്ന് വീട്ടിൽ നിൽക്കുമെന്നറിഞ്ഞാൽ അത് ആ ചെറുക്കൻ്റെ വീട്ടുകാരെ എങ്ങനെ കാണുമെന്നറിയില്ല. അപ്പം ഇളയ മോളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് നല്ല ടെൻഷനുണ്ടല്ലേ എന്ന് ചോദിക്കുക. എനിക്ക് 2 മക്കളെ പറ്റി നല്ല ടെൻഷനുണ്ട് ആനന്ദമോനെ. ദയവ് ചെയ്ത് നീയായിട്ട് എൻ്റെ വിദ്യമോളുടെ ജീവിതം നശിപ്പിക്കരുത്. അതുകൊണ്ട് ദേവിയെ ഇപ്പം ദയവ് ചെയ്ത് ഇവിടെ കൊണ്ടാക്കരുത് എന്ന് പറയണം. അങ്ങനെ ദേവിയെ അവിടെ കൊണ്ട് ഞാൻ ആക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിരിക്കണം. എത്രയും വേഗം ദേവിയെ ദേവമംഗലത്ത് മര്യാദയ്ക്കിരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. എന്താ, നിങ്ങൾക്കത് സാധിക്കുമോ എന്ന് ചോദിക്കാം. മോനെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാഞ്ഞിട്ട് എത്ര തവണ ഗോമതി സ്റ്റോറിൽ ഞാൻ അവളെ കണ്ട് വന്ന് സംസാരിച്ചെന്നോ, പക്ഷെ അവൾ ഞാൻ പറയുന്നതൊന്നും കൂട്ടാക്കുന്നില്ല. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൾക്ക് മനസ്സിലൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ആ ഗോമതി സ്റ്റോറിൽ വന്നിരിക്കുന്നതിൽ എന്താ മോൻ ഇത്ര എതിർപ്പ് എന്ന് ചോദിക്കുക. അങ്ങനെ അവൾ വന്ന് അവിടെ ഇരിക്കണ്ട. അവളും നിങ്ങളും ഒക്കെ ആ കടയിലോ വീട്ടിലോ ഒന്നും കയറുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാനെങ്കിൽ സാരമില്ല, നാളെ തന്നെ ദേവി നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഞാൻ ആക്കിയേക്കാം എന്ന് പറയാം. അയ്യോ ആനന്ദമോനെ, കടുങ്കയൊന്നും ചെയ്യരുത്. ഞാൻ ഉറപ്പായിട്ടും നാളെ ഗോമതി സ്റ്റോറിലേക്ക് വരാം. അവളോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. 1 2 തവണ ഞാൻ വന്നതാ, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയാം. ഇനി ഞാൻ ഇങ്ങനൊരു വിളി ഉണ്ടാകില്ല. നാളെയും കാര്യം നടന്നില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ തന്നെ നിങ്ങൾ കണി കാണുന്നത് നിങ്ങളുടെ മകള് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും നാളെ ഗോമതി സ്റ്റോറിലേക്ക് വരും. അങ്ങോട്ട് വരാൻ ഒരു കാരണം നിങ്ങൾക്ക് കിട്ടാനിരിക്കുമായിരുന്നു. നിങ്ങളെന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടുന്ന് കാശടിച്ച് മാറ്റണമല്ലോ. നാളെ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലി ചെയ്യും. അവിടെ ഇരിക്കുന്ന കാശക്കൂട്ട് നിങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കും. അപ്പം ഈ ആനന്ദും അവിടെ കാണും. തെളിവോടുകൂടി നിങ്ങളെ ഞാൻ പിടിക്കുന്നുണ്ടോ. നിങ്ങളുടെ സ്വന്തം അച്ഛനാണ് ഇത്രയും വലിയൊരു ചതി ചെയ്തതെന്ന് അറിയുമ്പം നിങ്ങളുടെ മകള് ദേവി ഉണ്ടല്ലോ, എൻ്റെ മാമനെ കള്ളനാക്കാൻ കൂട്ടു നിന്നവള്, അവള് തല കുനിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. സമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ ധർമ്മൻ്റെ ഭാവി കാര്യങ്ങളെപ്പറ്റി എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനന്തം പറയും, ധർമ്മ, ഇനിയിപ്പം നീ കൃഷ്ണമംഗലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കമ്പനിയിലേക്ക് പോന്നു. എത്ര ദിവസം എന്ന് കരുതിയാ ഇവിടെ വെറുതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം നന്ദിനിയും ഇന്ദിരാമ്മയും പറയും, അത് നല്ല കാര്യമാണ് മോനെ ധർമ്മ, നീയും ഇനി ചേട്ടന്മാരുടെ കൂടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തിക്കോ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതൻ പറയും, അല്ല അനന്തേട്ടാ, ഇപ്പം തന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾ അധികമാണ്, അതിൻ്റെ കൂടെ ഇവൻ കൂടി ഇനിയിപ്പം അവിടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അതെന്നാടാ അങ്ങനെ പറയുന്നത് എന്ന് അപ്പം ഇന്ദിരാമ്മ ചോദിക്കുക. അമ്മേ, ഇവൻ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കമ്പനിയിൽ ഇപ്പം ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി ഇല്ല. പക്ഷേ ഇവന് ഏറ്റവും പരിചയമുള്ളൊരു ജോലി ഇവന് നേടിക്കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറയാം. നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അനന്തൻ ചോദിക്കുക. എൻ്റെ ഏട്ടാ, ഇവന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യം എന്താ, കട നടത്താൻ. ആ ബാലൻ്റെ കൂടെ ഇത്രയും വർഷം വെറുതെ ഒരു അടിമയെ പോലെ നിന്നതുകൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഇവന് വൃത്തിക്ക് അറിയായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക. അപ്പം ഇന്ദിരാമ്മ പറയും, അച്യുതൻ പറയുന്നതിലും കാര്യമുണ്ട് അനന്ത, ഇവന് വൃത്തിക്ക് ചെയ്യാൻ കഴിയുന്നൊരു ജോലിയാ, ഒരു കടയിട്ട് കൊടുത്താൽ അവനത് നന്നായിട്ട് നോക്കി നടത്തിക്കോളും എന്ന് പറയാണ്. അത് കേൾക്കുമ്പം നമ്മുടെ സുകന്യയ്ക്കും താല്പര്യം കൂടുകയാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു കട ധർമ്മേട്ടന്, അതിൻ്റെ മുതലാളിയായിട്ട് ഞാനായിരിക്കും ഇരിക്കുന്നത് എന്നൊക്കെ സുകന്യ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം അച്യുതൻ പറയും, അത് തന്നെ ഞാനും അതാ ഉദ്ദേശിക്കുന്നത് അനന്തേട്ടാ, ഇവനൊരു പലചരക്ക് കട ഇട്ട് കൊടുക്കാം. വെറും കടയല്ല, ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ആയിക്കോട്ടെ, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു കട. നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു സൂപ്പർ മാർക്കറ്റ് ഒട്ട് ഇല്ലതാനും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അനന്തൻ നമ്മുടെ ധർമ്മനോട് ചോദിക്കും, എന്താ ധർമ്മ നിന്റെ അഭിപ്രായം എന്ന് പറയാം. അത് പിന്നെ ഏട്ടന്മാർ എന്തു പറയുന്നോ അത് അനുസരിച്ച് ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ. ഞാൻ എൻ്റെ കാര്യത്തിലെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു പറയുന്നോ അത് ഞാൻ അനുസരിക്കും എന്ന് പറയാം. നമ്മുടെ അനിയനെ നമ്മൾ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ബോധം വന്നിട്ടുണ്ട് അനന്തേട്ട എന്ന് അച്യുതൻ പറയണം. നമുക്ക് ഇവനൊരു കടയിട്ട് കൊടുക്കാം, ഇവനത് നന്നായിട്ട് നോക്കി നടത്തിക്കോളും എന്ന് പറയും.
എന്ന് അനന്തൻ ചോദിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിന് അനുയോജ്യമായ രീതിയിൽ ടൗണിൽ തന്നെ നമ്മൾ ഒരു അല്പം സ്ഥലം കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നനന്തേട്ടാ, നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളപ്പം ഇനി എന്തിനാ നമ്മൾ കട തുടങ്ങാനായിട്ട് സ്ഥലം മേടിക്കുന്നത് എന്ന് അച്ഛനും ചോദിക്കുക. നീ ഏത് സ്ഥലത്തിൻ്റെ കാര്യം ഈ പറയുന്നത്? ആ ഗോമതി സ്റ്റോറില്ലേ ബാലൻ്റെ, അവൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്ഥലമുണ്ടല്ലോ, അവിടെ ഇവനൊരു കടയിട്ട് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അനന്തൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക. എന്താ അനന്തേട്ടൻ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്? ഓ, ബാലന്റെ കടയുടെ മുന്നിൽ തന്നെ ഇവനൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നതിൽ അനന്തേട്ടൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്കൊരു എതിർപ്പും ഇല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചതാ. എന്താ ധർമ്മ നിന്റെ അഭിപ്രായം എന്ന് അനന്തൻ ചോദിക്കണം കേട്ടോ. അപ്പം പെട്ടെന്ന് ധർമ്മം പറയും, എനിക്കൊരു കടയൊക്കെ തുടങ്ങുന്നതിൽ സന്തോഷമുള്ളൂ, പക്ഷെ ഞാൻ കട തുടങ്ങുന്നത് കൊണ്ട് ആരുടെയും ശത്രുതയൊന്നും കൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, നീ ആ ബാലനെയും ഗോമതിയും പറ്റിയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ പൊന്ന് ധർമ്മ, അവരൊക്കെ അവിടെ കടയുണ്ടെന്നും കരുതി നാട്ടിൽ വേറെ ആർക്കും കടയിടാൻ പാടില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പൊ സുകന്യയും പറയും, അതെ അച്ചുവേട്ടൻ പറയുന്നത് കാര്യമാ, ബാലേട്ടന്റെ കട അവിടെ അടുത്താണെന്ന് കരുതി നമ്മൾ അവിടെ ഒരു കടയിടുന്നതിൽ എന്താ തെറ്റ്? ഒരേപോലത്തെ എത്രയോ കടകൾ ഒരു നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് കരുതി അവിടെ ഒന്നും കച്ചവടം നടക്കുന്നില്ലേ? എൻ്റെ പൊന്ന ധർമ്മേട്ട, ഇനിയെങ്കിലും ധർമ്മേട്ടൻ അവരോടുള്ള സ്നേഹം മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ധർമ്മേട്ടന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങുക. ബാലേട്ടനും ഗോമതി ചേച്ചിയും ധർമ്മേട്ടനൊരു കള്ളനാക്കി അവിടെ നിന്ന് അടിച്ചിറക്കിയത് ഇത്ര വേഗം മറന്നോ എന്ന് ചോദിക്കുക. ഞാനൊന്നും മറന്നിട്ടില്ല, എൻ്റെ മനസ്സിലുണ്ടായ അപമാനം ഒരിക്കലും മറക്കാൻ പോകുന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ അവിടെ തന്നെ ഒരു കട തുടങ്ങി കൂടുതൽ വൈരാഗ്യവും ദേഷ്യവും ആരുടെ മനസ്സിലുണ്ടാകണ്ട എന്നേ കരുതിയുള്ളൂ. ഇനിയിപ്പം ഏട്ടന്മാർക്കൊക്കെ ഇതിൽ എതിർപ്പില്ലെങ്കിൽ എനിക്കിതിൽ സന്തോഷമുള്ളൂ എന്ന് പറയാം. അപ്പം അനന്തനും മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ദിരമ്മ പറയും, അനന്ത നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നിനക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിക്കാം. ഇവനൊരു കട തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ധർമ്മ, നീ അവിടെ കടയിട്ടെന്നും കരുതി ഗോമതിയും ബാലനും അതിൽ എതിർക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഒരു നാട്ടിൽ തന്നെ എത്ര പലചരക്ക് കടകളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട്. ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും. നീ കടയിടണമെന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. നിനക്കറിയാവുന്നൊരു മേഖലയല്ലേ എന്ന് ചോദിക്കാം. അപ്പം താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അച്യുതന് ഒരുപാട് സന്തോഷമാവുക. അലോകിനെയും രാജശ്രീയും ഒന്ന് കണ്ണുകൊണ്ട് നോക്കുക. അവരും സന്തോഷത്തോടെ തലയാട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് സമയം ഇതെല്ലാം കേട്ടും കണ്ടും നിൽക്കുന്ന അനുശ്രീക്ക് ഒരുപാട് സങ്കടം വരികയാണ്. തൻ്റെ അച്ഛനും കുടുംബത്തിനും ദോഷം വരുന്ന രീതിയിലാണ് കൃഷ്ണമംഗലത്തുള്ളവരെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുക. മാമൻ്റെ മനസ്സിൽ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ദേഷ്യവും വാശിയും ഉണ്ടോ എന്ന് മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. എന്തായാലും മാമനോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തന്നെ നമ്മുടെ അനു ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഭയൊക്കെ പിരിച്ചു വിട്ടതിന് ശേഷം ധർമ്മൻ്റെ അടുത്തേക്ക് അനുസരിച്ച് ചെല്ലുകയാണ്. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക. മാമൻ്റെ മനസ്സിൽ ഇത്ര വേഗം എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ ഇത്രയ്ക്ക് ദേഷ്യം വളർന്നോ എന്ന് ചോദിക്കുക. എൻ്റെ മനസ്സിൽ ആരോടും ദേഷ്യമോ വാശിയോ ഒന്നുമില്ല, പക്ഷെ അവരെനിക്ക് നൽകിയ വേദന അതൊരിക്കലും ഞാൻ മരിക്കുവോളം മറക്കില്ല മോളെ എന്ന് പറയാണ്. എന്നെ ഒരു കള്ളനാക്കാനാ മോളുടെ അച്ഛനും അമ്മയും കൂടി ശ്രമിച്ചത്. എൻ്റെ ധർമ്മൻ അങ്ങനെ ചെയ്യില്ല എന്നൊരു വാക്ക് എൻ്റെ ചേച്ചി പോലും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ അവർക്കൊക്കെ എത്ര വലിയ സ്ഥാനമായിരുന്നു എന്നറിയാമോ എന്ന് ചോദിക്കുക. മാമ, ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇരു വീട്ടുകാർക്കും ഇടയിലുള്ള ദേഷ്യവും വാശിയും കൂടാനല്ലേ ഉപകരിക്കുള്ളൂ എന്ന് ചോദിക്കുക. മോളെ, എന്നും കരുതി മാമനും ജീവിക്കണ്ടേ? സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുവാണെങ്കിൽ എന്നെ ആരും അവിടെ നിന്ന് കള്ളനാക്കി പറഞ്ഞയക്കില്ലല്ലോ മോളെ എന്ന് ചോദിക്കുക. അതിന് മറുപടി ഇല്ലാതെ അനുശ്രീ തല കുനിച്ച് നിൽക്കുകയാണ്. നിന്നോട് ഞാനൊരു കാര്യം സംസാരിക്കണമെന്ന് കരുതി തന്നെ നിൽക്കുമായിരുന്നു. ദേ, അച്ചുവേട്ടനൊരു സംശയമുണ്ട്, നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണോന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അനുക്കുട്ടി ഒരു പാവം കുട്ടിയാണെന്ന്, അവക്ക് അങ്ങനെ ആരെയും ദ്രോഹിക്കാനൊന്നും സാധിക്കില്ലെന്ന്. നീ അലോകിനെ എടുത്തിട്ട് അടിക്കുവാണെന്നാ അച്ചുവേട്ടൻ പറയുന്നത്. മാമന് കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നതും പെരുമാറുന്നതും ഒന്നും പലപ്പോഴും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കില്ല. പിന്നെ അലോകിൻ്റെ കാര്യം, അവൻ എന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കുന്ന രീതിയിൽ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അത് പലതും മാമനും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുക. എന്ന് കരുതി ഞാൻ ഈ കുടുംബം തകർക്കണമെന്ന് കരുതിയിട്ടൊന്നുമല്ല ഈ വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനൊരു ഉറപ്പ്
എന്തായാലും മാമന് തരാനായിട്ട് എനിക്ക് സാധിക്കും. പിന്നെ അലോക് എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദേഷ്യം ഉണ്ട് താനും എന്നും കരുതി ആർക്കും ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നെയും ഇവിടെ ഒരു ശത്രുവിനെ പോലെയാണല്ലോ അലോകിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമായിരിക്കും എന്നും പറഞ്ഞിട്ട് അനുശ്രീ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അനുശ്രീയെ പറഞ്ഞതിൽ തനിക്കും ഒരു കുത്തില്ലേ എന്ന് നമ്മുടെ ധർമ്മൻ ചിന്തിച്ചിങ്ങനെ നിൽക്കുക. സമയം നമ്മുടെ ആനന്ദിന്റെ മനസ്സിൽ ഉദയഭാനുവിനെ കൊടുക്കാനുള്ള പ്ലാനുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സാധാരണ താൻ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ആനന്ദ് ജോലിക്കായിട്ട് പോവാണ്. ദേവിയും ബാലനും കൂടി ഗോമതി സ്റ്റോറിലേക്കും പോവാണ് കേട്ടോ. ഗോമതി സ്റ്റോറിൽ കാര്യങ്ങളൊക്കെ സാധാരണ പോലെ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ രാമേട്ടന് മാത്രം ഒരുപാട് സങ്കടമുണ്ട്. ധർമ്മനും രാമേട്ടനും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചായിരുന്നല്ലോ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ധർമ്മന്റെ ഒരു ശൂന്യത അവിടെ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിലും പരസ്പരം ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ രാമേട്ടൻ വന്നിട്ട് പറയും, അതെ എനിക്കൊന്ന് ചായ കുടിക്കണം, നീ വരുന്നുണ്ടോ ബാല എന്ന് ചോദിക്കുക. അപ്പം ബാലൻ പറയും, ആയിക്കോട്ടെ എന്നാൽ ഞാനും വരാം, മോക്ക് ചായ വേണോ എന്ന് ചോദിക്കുക. ഏയ് എനിക്കിപ്പോൾ ചായ വേണ്ട, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കടയിൽ ഇരുന്നോളാം എന്ന് ദേവി പറയണം കേട്ടോ. അപ്പം രാമേട്ടനും ബാലനും കൂടി ഒരു ചായ കുടിക്കാനായിട്ട് ചായക്കടയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ദേവി മാത്രമേ കടയിലുള്ളൂ. ആകാശവും ഇന്ന് കടയിലില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. പെട്ടെന്നാണ് ഉദയഭാനു അങ്ങോട്ട് വരുന്നത്. ഉദയഭാനു വരുന്നത് നോക്കി ആനന്ദ് ആ കടയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉദയഭാനു കടയിലേക്ക് വരുന്ന കാണുന്ന ആനന്ദ് ഉദയഭാനുവിന്റെ പിന്നാലെ തന്നെ അയാൾ കാണാത്ത വിധം കടയിലേക്ക് എത്തിച്ചേരാണ് കേട്ടോ. അപ്പൊ ദേവി മാത്രമേ കടയിലുള്ളൂ എന്ന് കാണുന്ന ഉദയഭാനുവിന് ഒരുപാട് സന്തോഷമാവാണ്. മോളെ ദേവി എന്ന് പറഞ്ഞു വിളിക്കുക. അച്ഛനോട് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ ഈ വഴിക്ക് അച്ഛൻ ഇനി വരണ്ട ഒരാവശ്യവും ഇല്ലെന്ന്. അച്ഛൻ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ എന്തായാലും ഈ കടയിലെ ജോലി നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയാം. മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്റെ അനിയത്തിക്ക് കല്യാണാലോചനകളൊക്കെ നടക്കുന്ന സമയമാണ്. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഇതേ നിന്റെ അനിയത്തിയും ആ ചെറുക്കനും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നാ പറഞ്ഞത്. നല്ല ആസ്തിയുള്ള കുടുംബത്തിലെ ചെറുക്കനാ. ഇവളെ മതിയെന്നും പറഞ്ഞ് ആ ചെറുക്കൻ ഒറ്റക്കാലിൽ നിൽക്കുക. വീട്ടുകാർക്കും സമ്മതമാണ്. എങ്ങനെയെങ്കിലും അച്ഛന് കല്യാണം ഒന്ന് നടത്തിയെടുത്തോട്ടെ എന്ന് പറയാം. ഓ അപ്പം ഏതോ ഒരു പാവം പിടിച്ച കുടുംബത്തെ കൂടി പറ്റിച്ച് വിദ്യയ്ക്കും അച്ഛനൊരു ചെറുക്കനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. യോ ഇത് ഞാനായിട്ട് തെരഞ്ഞെടുത്ത ബന്ധമല്ല മോളെ, അവളും അവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയണം കേട്ടോ. എന്താണെങ്കിലും നടക്കാൻ പോകുന്നത് എനിക്ക് സംഭവിച്ചതുപോലെ തന്നെയല്ലേ. ആ കുടുംബത്തിൽ ചെന്നിട്ട് എൻ്റെ അനിയത്തിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഓരോ കള്ളങ്ങളൊക്കെ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവൾ എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കാം. എന്തിനാ അച്ഛൻ മറ്റുള്ളവരെ പറ്റിച്ച് ഇനിയും ഒരു ബന്ധം ഇങ്ങനെ നടത്തുന്നേ? നമ്മളെ പറ്റിയുള്ള സകല സത്യങ്ങളും അച്ഛൻ അവരോട് തുറന്നു പറയുക. അവളും അവനും തമ്മിൽ പ്രണയത്തിലാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പം ഒരിക്കലും എൻ്റെ അനിയത്തെ തഴയാൻ ആ ചെറുക്കൻ്റെ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ കഴിയത്തില്ല എന്ന് പറയണം. എൻ്റെ പൊന്നുമോളെ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ആനന്ദിനെ പ്രകോപിപ്പിക്കാതെ നീ ഇപ്പം ആ ദേവമംഗലത്തെങ്ങാനും ഇരിക്കാൻ നോക്ക്. അച്ഛൻ പറയുന്നത് എൻ്റെ പൊന്നുമോളെന്ന് കേൾക്ക്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് വീട്ടിലാക്കി കഴിഞ്ഞാൽ അത് നിന്റെ അനിയത്തിയുടെ ഭാവിയെ കൂടി ബാധിക്കില്ലേ? നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്ന് പറയാം. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ബാലച്ചനെ ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവി അകത്തേക്ക് എങ്ങോട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് മാറാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഉദയഭാനു ചുറ്റും ആരുമില്ല എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഡ്രോ തുറന്ന് അതിൽ നിന്ന് പതിവ് പോലെ കാശ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പതിയെ പമ്മി ഡ്രോ തുറക്കുവാണ് കേട്ടോ. ഡ്രോ തുറന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് കാശ് കിടക്കുന്നത് ഉദയഭാനുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അത് കാണുമ്പം തന്നെ ഉദയഭാനുവിൻ്റെ കണ്ണു മഞ്ഞളിക്കുക. അതിൽ നിന്ന് കുറേ കാശ് എടുക്കുക. നമ്മുടെ ആനന്ദ് ഇതെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ട്. ഉദയഭാനു ഇതൊട്ട് അറിയുന്നുമില്ല. അതിൽ നിന്ന് കാശെല്ലാം അന്തസ്സായിട്ട് പെട്ടെന്ന് വാരി എടുത്തിട്ട് ദേവിയോട് വിളിച്ചു പറയും, എന്നാൽ മോളെ ദേവി ഞാൻ ഇറങ്ങുക, നിന്നോട് ഈ കാര്യം പറയാനായിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അച്ഛന് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയാൻ കേട്ടോ. തൻ്റെ അച്ഛനെ ദേവി വെറുതെ പോലും ഒന്നും സംശയിക്കുന്നുമില്ല. അതിനുശേഷം പോകുന്നത് വരെയുള്ള സകല വീഡിയോകളും നമ്മുടെ ആനന്ദ് വൃത്തിയായിട്ട് ഫോണിൽ പിടിച്ചിട്ടുമുണ്ട്. അതേസമയം ആനന്ദാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് വൈകുന്നേരം റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, നിന്റെ അച്ഛൻ ഇന്ന് വന്നിരുന്നോ എന്ന് ചോദിക്കുക. അതെങ്ങനെയാ ആനന്ദേട്ടൻ അറിഞ്ഞത്? ആനന്ദേട്ടൻ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, പക്ഷേ ഗോമതി സ്റ്റോറിലെ ജോലി നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. അല്ല, ധർമ്മമാമനെ കാശ് മോഷ്ടിച്ചതെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? നിന്റെ അച്ഛൻ ഇടയ്ക്കും മുട്ടിനും ഒക്കെ കടയിലേക്ക് വരുന്നുണ്ടല്ലോ. അച്ഛനാ കാശെടുത്തതെന്ന് നിനക്ക് വെറുതെ പോലും സംശയം തോന്നിയില്ലേ ദേവി എന്ന് ചോദിക്കാം. ആനന്ദേട്ടൻ എന്താ പറയുന്നത്? എൻ്റെ അച്ഛൻ പല
കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ എൻ്റെ കുടുംബജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയാ. എനിക്ക് ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും അച്ഛൻ ഒരിക്കലും ചെയ്യത്തില്ല. നിനക്കത് ഉറപ്പാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. നിന്റെ അച്ഛൻ തന്നെയാ കാശ് മോഷ്ടിച്ചത്. ദേ ആനന്ദേട്ടാ, ഒരു തെളിവുമില്ലാതെ എൻ്റെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് ദേവി അപ്പോൾ പറയാണ് കേട്ടോ. തെളിവില്ലെന്നല്ലേ, നിനക്ക് വൃത്തിക്ക് ഞാൻ തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദേവിയെ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാൻ കേട്ടോ. ദേവി ഞെട്ടിത്തരിച്ച് നിൽക്കുക. നിന്റെ അച്ഛൻ ഇന്ന് ഗോമതി സ്റ്റോറിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുന്ന വീഡിയോ ചെയ്ത് എന്താ, ഇതിലും വലിയ തെളിവ് നിനക്ക് വേണോ? അന്ന് കാശ് പോയ ദിവസവും നിന്റെ അച്ഛൻ നിന്നെ കാണാനായിട്ട് ഗോമതി സ്റ്റോറിൽ എത്തിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ആകാശേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കടയിലെ കാശ് പോയത് നിന്റെ അച്ഛൻ വഴി തന്നെയാ. ഒരിക്കൽ പോലും നിനക്ക് നിന്റെ ഫ്രോഡ് തന്തയെ സംശയം തോന്നിയില്ലല്ലോ. എങ്ങനെ തോന്നുമല്ലേ? നീയും നിന്റെ കുടുംബക്കാരും ഒക്കെ അത്രയ്ക്ക് നല്ലവരാണെന്നാണല്ലോ നിന്റെ കാഴ്ചപ്പാടിൽ. അപ്പം ദേവിയൊക്കെ മറുപടി പോലും ഇല്ലാതെ അവിടെ നിന്ന് കുനിഞ്ഞു നിന്ന് കരയാണ് കേട്ടോ. ആ പാവ മാമനെ കള്ളനാക്കാൻ നീ ആയിരുന്നല്ലോ മുന്നിൽ നിന്നത്. മാമനോട് ഞങ്ങൾ മോഷ്ടിച്ചോന്നല്ല ചോദിച്ചത്. മാമന്റെ സ്വന്തം കടയല്ലേ, കാശെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞൂടെ, ഞാൻ കണക്ക് വൃത്തിക്ക് എഴുതി വെക്കില്ലേ? എന്തൊക്കെയായിരുന്നു ന്യായങ്ങള്? എന്താ നിന്റെ അച്ഛൻ അടിച്ചു മാറ്റിയ കാശിന്റെ കണക്കെന്തേ നീ എഴുതി വെക്കാത്തത് എന്ന് ദേവിയോട് ചോദിക്കാൻ കേട്ടോ. ദേവി എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. ഇപ്പൊ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഈ വീഡിയോ കൊണ്ട് കാണിക്കട്ടെ. എന്നിട്ട് എൻ്റെ മാമന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എനിക്ക് എൻ്റെ മാമനെ തിരിച്ചു കൊണ്ടുവരണം. നിന്നെ പോലെ ഒരുത്തി ഈ വീട്ടിൽ നിൽക്കുന്നതാ ഈ കുടുംബത്തിന്റെ ശാപമെന്ന് എൻ്റെ വീട്ടിൽ എല്ലാവരും മനസ്സിലാക്കണം. നാളെ ഒന്ന് നേരം വിളിക്കട്ടെ, ഇത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവി ആനന്ദിന്റെ കാലിലോട്ട് വീഴാം. ആനന്ദേട്ട, ദയവ് ചെയ്ത് ഇതിപ്പോ ആരെയും കാണിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുക, എൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടി ഇല്ലാതാവും. ദയവ് ചെയ്ത് പ്ലീസ് ആനന്ദേട്ട എന്ന് പറയാം. അപ്പം ആനന്ദ് ദേവിയുടെ കൈ കൊടഞ്ഞെറിയും കേട്ടോ. കാണിക്കരുത് പോലും, ഇത് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കും. ഇനിയും എൻ്റെ വീട്ടിലുള്ളവരെ പറ്റിച്ച് ഈ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെ ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലടി കള്ളി എന്ന് പറയാം. പേരും കള്ളി. നീയും നിന്റെ തന്തയും കൂടി ചെയ്ത സകല കള്ളത്തരങ്ങളും എനിക്ക് മനസ്സിലാക്കി. ആനന്ദേട്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആനന്ദേട്ട. അല്ലാതെ ആ പാവ മാമനെ കള്ളനാക്കാനായിട്ട് ഞാൻ കൂട്ടു നിൽക്കൂ എന്ന് ചോദിക്കാം. മിണ്ടി പോവരുത് നീ, ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത് എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ദേവി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ദേവി എന്തൊക്കെ പറഞ്ഞിട്ടും ആനന്ദ് തന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ദേവി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് കരയാണ് കേട്ടോ. അതിനുശേഷം ദേവി മനസ്സ് ചിന്തിക്കുക, വേണ്ട, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലവാ ധർമ്മമാമൻ അനുഭവിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെയാ ആ മനുഷ്യൻ ഇവിടുന്ന് കള്ളൻ എന്ന പേരും കൊണ്ട് ഇറങ്ങിപ്പോയത്. എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയട്ടെ. എൻ്റെ അച്ഛൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ പാവ മനുഷ്യനെ ബലിയാടാക്കിയാൽ ഇനി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോകും. ആനന്ദേട്ടൻ പറഞ്ഞതാ ശരി. നാളെ തന്നെ ആനന്ദേട്ടൻ എല്ലാവരെയും ഈ വീഡിയോ കാണിക്കട്ടെ എന്ന് അവസാനം ദേവിയും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് കേട്ടോ. എൻ്റെ അച്ഛനെ പറ്റിയുള്ള സകല സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. അതിനുശേഷം എന്നെ ഈ വീട്ടിൽ നിർത്തണോ വേണ്ടോ എന്ന് ഈ വീട്ടിലുള്ളവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് ദേവി മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണ്. അപ്പൊ ആനന്ദിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ആനന്ദ് ചോദിക്കും, എന്താ എൻ്റെ കാലി വീഴാനായിരിക്കും വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. അല്ല ആനന്ദേട്ടാ, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. ആ പാവം മാമൻ ഇത്രയേറെ അപമാനിക്കപ്പെട്ട് ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങിയത് എൻ്റെ അച്ഛൻ കാരണമാണ്. എൻ്റെ അച്ഛൻ ചെയ്തതിൻ്റെ തെറ്റാ ആ പാവം മനുഷ്യൻ അനുഭവിച്ചത്. ബാലച്ചൻ്റെ മനസ്സിൽ ഉള്ള തെറ്റിദ്ധാരണ മാറ്റണം. ധർമ്മമാമനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് എൻ്റെ അച്ഛൻ്റെ ഈ തെറ്റ് എല്ലാവരും അറിയുക തന്നെ ചെയ്യണം. ആനന്ദേട്ടൻ ഈ വീഡിയോ എല്ലാവരെയും കാണിച്ചോളൂ. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറയാം. ഓ, ഇത്ര പെട്ടെന്ന് നീ പ്ലേറ്റ് മാറ്റിയോ? ഇത്രയും സമയം കാണിക്കരുതെന്നും പറഞ്ഞ് കരഞ്ഞവൾ നിമിഷം ഞാനും സ്വാർത്ഥയായി പോയ ആനന്ദേട്ടാ. പക്ഷെ അതെൻ്റെ തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അച്ഛൻ തന്നെ അനുഭവിക്കണം. അതിൻ്റെ അച്ഛൻ്റെ മകളായ ഞാനും ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കാൻ യോഗ്യ തന്നെയാ എന്ന് ദേവി ആനന്ദിനോട് പറയണം കേട്ടോ. ഇവക്ക് ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ആനന്ദും അപ്പം ചിന്തിക്കുകയാണ്. പുതിയ അടവുമായിട്ട് ഇറങ്ങിയതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് മാറുമെന്നായിരിക്കും ഇവൾ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ആനന്ദും. എന്തായാലും ഈ തൻ്റെ മാമൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തന്നെയാണ് ആനന്ദ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും